അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പം നൈറ്റത്തേക്ക് കോവക്ക മെഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സമയം ഏകദേശം നമുക്ക് നോമ്പ് തുറക്കാനായി വരുന്നേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ലുക്കിലൊക്കെ കാണുന്നത്. മാക്സി വിത്ത് തട്ടം നിങ്ങളുടെ റമദാനൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ബാംഗ്ലൂരാണ് കേട്ടോ, വീട്ടിലല്ല, പക്ഷെ ബാംഗ്ലൂരാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ കുക്കിംഗ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചങ്ക് പുറത്തേക്ക് പോയേക്കാണ്. സോ കറിയൊക്കെ ഇനി ഒരു കറിയും കൂടി നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കപ്പ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ. കപ്പയ്ക്ക് പറ്റി ചമ്മന്തി ഉണ്ട്, കുറച്ച് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി ഉണ്ടാക്കണം. ബിക്കോസ് പ്രോട്ടീൻ മസ്റ്റാണ്. ഇതിൽ കുറച്ച് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് നമ്മുടെ ബ്ലാക്ക്ബെറി, പിന്നെ ആപ്പിള്, മുന്തിരി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. സോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങ സിട്രിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഇഷ്യൂസ് വരും. അപ്പം അതുകൊണ്ട് മധുരമുള്ള വെള്ളമൊന്നും കുടിക്കുന്നില്ല. കാരക്ക വേണമായിരുന്നു, കാരക്ക ഇല്ല. കാരക്ക എങ്ങനെയും സംഘടിപ്പിക്കണം. പച്ചവെള്ളം വെച്ചിട്ടാണ് നോമ്പ് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വീട്ടിലായതുകൊണ്ട് വെച്ചാൽ പൊരിക്കടി ഐറ്റംസൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊന്നും ഇപ്രാവശ്യം കഴിക്കുന്നില്ല എന്നുള്ളതിലാണ്. സാധനം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്താണ് ഈ പ്രാവശ്യത്തെ നോമ്പ്? അവിടെ ഇടുക്കിയിൽ എങ്ങനെയാ നോമ്പ് തുറക്കെ? പക്ഷെ ഞങ്ങൾക്ക് അവിടെ പള്ളി കഞ്ഞിയൊന്നും കിട്ടൂല. പിന്നെ വേറെ കാര്യം, ഇവള് നോമ്പ് കള്ളത്തിയാണ്. അവള് തിന്നോണ്ടാ സംസാരിക്കുന്നത്. അവൾക്ക് നോമ്പില്ല ഗൈസ്. ഈ പൊട്ടത്തേക്ക് ഇന്ന് നോമ്പാണെന്ന് അറിയില്ലത്ര. രാവിലെ കേറി വന്നപ്പോ തന്നെ ഇവള് പറയാ, ഇത്താ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, കഴിച്ചോന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് കപ്പ, അതെ ഇന്ന് കപ്പ, അൻസല്ലേന്റെ കപ്പയും ചമ്മന്തിയും. സോ ഉപ്പ് നോക്കാൻ ഒരാളെ വെച്ചതാണ് ഗൈസ്. +2 കുട്ടികൾ നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. സോ അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ടെൻഷൻ ആവേണ്ട, നിങ്ങൾ നല്ലപോലെ എഴുതൂ, അടിച്ചു പൊളിച്ച് പറഞ്ഞുതരും നമ്മള്. ഇനി കുറച്ച് റെസ്റ്റ്, അത് മസ്റ്റാണ്. ബാ നോമ്പ് പറഞ്ഞ ക്ഷീണത്തിൽ ഞങ്ങൾ നാളെ മുതൽ നിസ്കാരം തുടങ്ങുകയാണ്. കയ്യിൽ ക്യൂടെക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ എന്തായാലും ഈ റമദാൻ നന്നാവാൻ തീരുമാനിച്ചു അല്ലേ അല്ലേ? അപ്പോൾ സെറ്റ് എല്ലാവരും റെസ്റ്റ്. ദിക്റും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് നമ്മളെ ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദിക്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെന്താ, ഈ 2025 ഭയങ്കര ശോകം നമുക്കുള്ളത് നമ്മളെ തേടി തന്നെ വരും. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ദുആ ചെയ്യുക. എല്ലാവരുടെ കാര്യങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നൊക്കെ നടക്കും. പിന്നെ തട്ടിടാത്തതെന്ന് വെച്ചാൽ ഇപ്പം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ എവിടെയോ തട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൈസ്. ഇനി ഇതിനെ ചൊല്ലി നിങ്ങളിങ്ങനെ വലിയ വലിയ സംഭവമാക്കി സംസാരിക്കണ്ട. കിടക്കുവാണ്. കിടന്നോടത്തുനിന്ന് ഞാൻ ഇപ്പോൾ എണീറ്റ് ഈ വീഡിയോ ഓർമ്മ വന്നപ്പോൾ, കാരണം ഒരു വ്ളോഗ് ചെയ്തല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നപ്പോൾ ചെയ്തത്. ഇനി ഇതിനെ പൊങ്ങാലിടാൻ നിൽക്കില്ല. എനിക്കത്ര വ്യൂസൊന്നുമില്ല വീഡിയോക്ക്, പക്ഷെ കാണുന്ന എന്നെ അറിയുന്ന ആൾക്കാർ എല്ലാവരും